നമസ്കാരം. ആഭരണം എന്നതിനേക്കാൾ ഉപരി സുരക്ഷിതമായ നിക്ഷേപ മാർഗം എന്ന നിലയിലാണ് സ്വർണത്തെ എല്ലാവരും കാണുന്നത്. അതിനാൽ തന്നെ സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾ നന്നായി നിരീക്ഷിക്കുന്നവരാണ് എല്ലാവരും, പ്രത്യേകിച്ച് മലയാളികൾ. അതിനാൽ തന്നെ സാധാരണക്കാരെ സംബന്ധിച്ച് സ്വർണ്ണവിലയിൽ ഇപ്പോഴുണ്ടാകുന്ന കുതിച്ചുചാട്ടം അത്ര ആശ്വസിക്കാവുന്ന ഒന്നല്ല. എന്നാൽ മുൻകാലങ്ങളിൽ സ്വർണം വാങ്ങി സൂക്ഷിച്ചവരെ സംബന്ധിച്ച് ഇരട്ടിയിലധികം രൂപയാണ് ഇപ്പോൾ വിറ്റാൽ ലഭിക്കാൻ പോകുന്നത്. അതിനാൽ തന്നെ ജ്വല്ലറികളിൽ സ്വർണം വാങ്ങാൻ എത്തുന്നവരെക്കാൾ വിൽക്കാൻ എത്തുന്നവരുടെ തിരക്കാണ്. സ്വർണത്തിനൊപ്പം തന്നെ വെള്ളിയുടെ വിലയിലും വലിയ മാറ്റമാണ് കാണാനാകുന്നത്. അതേസമയം ഉത്സവ സീസൺ വരാനിരിക്കുന്നതിനാൽ സ്വർണ്ണവില കുതിച്ചു പൊങ്ങാനാണ് സാധ്യത എന്നാണ് വിപണി വിദഗ്ധരും പറയുന്നത്. നടപ്പു സാമ്പത്തിക വർഷം സ്വർണത്തിന്റെ വില 10%, വെള്ളിയുടെ വില 24%മാണ് ഉയർന്നത്. ഇന്ത്യയിൽ ജൂലൈയിൽ കസ്റ്റംസ് തീരുവ വെട്ടിക്കുറച്ച് സ്വർണ്ണ ഉപഭോക്താവിന് വലിയ ഉത്തേജനം നൽകിയിരുന്നു. അതിനാൽ തന്നെ ഒക്ടോബർ ഡിസംബർ പാദം സ്വർണ്ണ വിപണി വളരെ ശക്തമായിരിക്കുമെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ ഇന്ത്യ റീജിയണൽ സിഇഒ സച്ചിൻ ജെയിൻ പറഞ്ഞിരിക്കുന്നത്. ഇത് സ്വർണത്തിന് നല്ല സമയമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സമീപകാലത്ത് തന്നെ സ്വർണത്തിന്റെ വില 10 ഗ്രാമിന് 77,000 രൂപ എന്നതിലേക്ക് കുതിക്കുമെന്നാണ് മുംബൈ ആസ്ഥാനമായുള്ള സ്ഥാപനമായ കെഡിയ അഡ്വൈസറിയുടെ തലവൻ അജയ് കെഡിയ പറയുന്നത്. സ്വർണ്ണവില നിലവിൽ 10 ഗ്രാമിന് 75,000 രൂപയിലാണ്. ഇത് എക്കാലത്തെയും ഉയർന്ന നിരക്കായ 75,400 രൂപയേക്കാൾ കുറവാണ്. ഈ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ ഏകദേശം 68,700 രൂപയായിരുന്നു വില. അന്താരാഷ്ട്ര സ്വർണ്ണവില ഈ വർഷം രേഖപ്പെടുത്തിയത് ഏകദേശം 40% വർധനവാണ്. അതേസമയം വെള്ളിയുടെ വില കിലോയ്ക്ക് 1 ലക്ഷം രൂപയിലേക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷയും കെഡിയ പങ്കുവയ്ക്കുന്നുണ്ട്. വെള്ളിയുടെ വ്യാവസായിക ഉപയോഗം വർദ്ധിക്കുന്നു എന്നതാണ് അതിന് കാരണം. ഇവികൾക്കും സോളാർ പാനലുകൾക്കുമായി വെള്ളിയുടെ വ്യാവസായിക പ്രാധാന്യം ഉയരുകയാണ്. ചില രാജ്യങ്ങളിലെ സാമ്പത്തിക മാന്ദ്യം കാരണം വെള്ളിവില ഉയരുന്നില്ല. എന്നാൽ കഴിഞ്ഞ മാസങ്ങളിൽ വെള്ളിയുടെ മികച്ച പ്രകടനമാണ് വിപണിയിൽ കാണാനായത്. ഈ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ 75,000 രൂപയായിരുന്ന വെള്ളിവില ഇപ്പോൾ കിലോയ്ക്ക് 93,000 രൂപയോളമായി. ഉത്സവ സീസൺ ആരംഭിക്കുന്നതോടെ സ്വർണത്തിന്റെ ആവശ്യകത വർദ്ധിക്കുമെന്നാണ് കാമ ജ്വല്ലറി MDയും ജെം ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ മുൻ വൈസ് ചെയർമാനുമായ കോളിൻ ഷായുടെ അഭിപ്രായം. അന്താരാഷ്ട്ര സ്വർണ്ണവില നിലവിൽ ഔൺസിന് $2,700 നിലവാരത്തിലാണ്. ഇത് $3,000 എത്തുമോ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. സംസ്ഥാനത്ത് സ്വർണ്ണവില പുതിയ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നേറുകയാണ്. കഴിഞ്ഞ ദിവസം വിലയിൽ വർധനവോ ഇടിവോ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ബുധനാഴ്ചത്തെ നിരക്കിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസവും വിൽപ്പന നടന്നത്. എന്നാൽ അതിനുശേഷം വീണ്ടും സ്വർണ്ണവില പുതിയ റെക്കോർഡ് തിരുത്തിയിരിക്കുകയാണ്. കേരളത്തിൽ സ്വർണ്ണവിലയിൽ പവന് 320 രൂപയുടെ വർധനവാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ഇതോടെ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി 1 പവൻ സ്വർണത്തിന്റെ വില 56,800 എത്തുകയും ചെയ്തു. പവന് 56,480 രൂപ എന്ന നിരക്കിലായിരുന്നു കഴിഞ്ഞ 2 ദിവസത്തെ വിൽപ്പന. 1 ഗ്രാമിന് 40 രൂപയുടെ വർധനവാണ് അതിൽ രേഖപ്പെടുത്തിയത്. ഇതോടെ 7,060 രൂപ എന്ന കഴിഞ്ഞ ദിവസത്തെ നിരക്കിൽ നിന്നും 7,100 എന്ന രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട്.